ശരി, നിങ്ങൾ ഈ കാണുന്നത് പച്ചമുട്ടയും പച്ചപ്പാലും തമ്മിൽ മിക്സ് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ആണ്. ചില സമയങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നത് എന്റെ ദുസ്വപ്നങ്ങളെല്ലാം സത്യമായിട്ട് മാറുകയാണല്ലോ എന്ന്. എനിക്കിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മുട്ടയ്ക്ക് റെസ്റ്റ് ഇൻ പീസ് പറയാണെന്ന് തോന്നി. ഇതൊരു വീട് കോമ്പിനേഷൻ ആയിട്ട് തോന്നിയില്ല. തോന്നിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഈ സാധനം ഒറ്റ വലിക്ക് കുടിച്ചു കഴിഞ്ഞാൽ മൈക്ക് ടൈസിന് അടി വീട്ടിൽ അപ്പർ കട്ട് ഒരു ഫീലിംഗ് വരൂലേ എന്നാണ് എന്റെ ചോദ്യം. ഒരു ബംഗ്ലാദേശ് ഡ്രിങ്ക് ആണ് സത്യത്തിൽ കുടിക്കാൻ വേണ്ടി. ഇത് കുഴപ്പമില്ല, എനിക്കൊരു ഡൗട്ട്. ഇനി ഒരു അപ്പോക്കലിപ്സ് വന്നാൽ പോലും അതിനേക്ക് ഔട്ട് ലീവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള മനുഷ്യർ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഈ ലോകത്ത്, പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ഇന്ത്യ സൈഡിൽ. സത്യത്തിൽ അപ്പൂപ്പന്റെ നിഷ്കളങ്കമായ മോൻ കണ്ടപ്പോൾ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. ആദ്യം പിന്നെയാണ് മനസ്സിലായത് ആ സൈഡിൽ കണ്ട ഓടയുടെ സൈഡിലാണ് ആ മാമ ഇരുന്നത് ഉണ്ടാക്കുന്നത്. പിന്നെ ആടിന് കാടികളെ കിടക്കുന്നുണ്ട് ഈ സാധനമില്ലേ, നാരങ്ങയ്ക്ക് അപ്പൂപ്പൻ കയ്യൊക്കെ ഇട്ട് ഇളക്കിയ സാധനം, അതാണ് കേട്ടാ കുടിക്കാൻ കൊടുക്കണം. ഞാൻ വിചാരിച്ച അത് കളയാൻ വേണ്ടി വെച്ചേക്കണ സാധനമാണെന്ന്. എന്റെ ഡിണ്ടികൾ ഭഗവാനെ, ഇതൊക്കെ കലിയുഗം ആയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇന്ത്യയിൽ? ഇതിൽ നിന്ന് ഓരോ ഗ്ലാസ് വാങ്ങിച്ച് കുടിച്ചിട്ട് ഏതെങ്കിലും ഗ്യാസ് ഉച്ചരി മുകളിൽ പോയിരുന്ന അത് നിറയും ബയോഗ്യാസ്. അത് ആത്മഹത്യ നിൽക്കണമാരെല്ലാം ഉണ്ടെങ്കിൽ ഓടിപ്പോയി ഇതിൽ നിന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു കുടിച്ചാൽ ട്രെയിനിൽ തന്നെ തലയിറങ്ങി വീണ് അന്തർമുഖനാവണം. ഈ വിശ്വാസത്തൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പൂപ്പ അതിന് തൊട്ട് 2-3 തുള്ളി പിതൃക്കൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുന്നേ.